അമ്മച്ചി ആ റോസ് എവിടെടാ? കണ്ടോ? എവിടെയാടാ എന്റെ ആനിമോള്? അമ്മച്ചി ഒന്ന് അടങ്ങ്, അവരിങ്ങോട്ടല്ലേ വരുന്നത്? ആ ഇച്ചിരി ദണ്ണം ഉണ്ടടാ. കൊറേ കാലം ആയില്ലേ എന്റെ കൊച്ചുമോളെ ഒന്ന് കണ്ടിട്ട്. ഒന്ന് അടങ്ങമ്മച്ചി, എന്തൊരു ബഹളമായത്. അതാ അതാ എന്റെ ആനിമോള്. അയ്യോ, അതെ, 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 അതെ. അയ്യോ, ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. മാറ് മാറ്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. നീ ഒന്ന് നീങ്ങി നിക്കണി, ഞാൻ നിന്നൊന്ന് കാണട്ടെ. അമ്മച്ചി എന്നെ സ്കാൻ ചെയ്ത് നോക്കിക്കോ. നീ അങ്ങ് പൊക്കം വെച്ചല്ലോടി. അമ്മച്ചി ഉള്ള ഷൂസ് കണ്ടില്ലേ? അല്ല ജോസൂട്ടി, പഞ്ചായത്ത് മുഴുവനും അടച്ചുപൂട്ടി ഇങ്ങോട്ട് പോന്നോ? ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നേ. എന്റെ ജോഷിച്ച ഞാനും അമ്മച്ചിയും മാത്രം വരായിരുന്നതാ. അപ്പൊ അതേ പിള്ളേർക്കെല്ലാം ഒരേ നിർബന്ധം. സിംഗപ്പൂർ വന്ന് നിങ്ങളെ കാണാനോ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇവിടെ വെച്ചെങ്കിലും ആവാലോ എന്ന് വിചാരിച്ചു. മുമ്പ് കണ്ട ആളെയല്ല, ഇപ്പൊ അമ്മയുടെ തനി പകർപ്പ്. വെളുത്ത് തൊടുത്തിരിക്കുന്നില്ലേ? അതിനെന്താ, കെട്ടാൻ പോകുന്ന ചെറുക്കിന് അങ്ങനെ തന്നെയാ. രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും. ശരി ശരി, വാ നമുക്ക് പോവാം. പെട്ടി എടുക്കണ്ടേ? വിൽസൺ എന്നാ ചെറുക്കന്റെ പേര്. ആളെ MBA-കാരനാ. കുടുംബം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ചേരുന്നവരാ പുത്തൻ പുരക്കലുകാര്, അല്ലേ ജോസൂട്ടി? അതെ അതെ. പിന്നെ പോക്കറ്റ് മണിയുടെ കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ ചേ. ആ അത് വേണം, അത് വേണം. എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞ് സിംഗപ്പൂരിൽ വന്ന് എന്റെ ബിസിനസ് എല്ലാം നോക്കേണ്ട അവൻ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോട്ടോ കണ്ടിട്ടേ ആനിമോൾ എന്തോ പറഞ്ഞു. അവൾ എന്ത് പറയാനാ? നമ്മൾ പറയുന്ന പോലെ അവളങ്ങ് ചെയ്യും. സിസ്റ്റർ മേരി അബ്രഹാം, സെന്റ് മേരീസ് കോൺവെന്റ്, ആലുത്തറ PO, തിരുവല്ല. ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. ഇന്നാ ചോക്ലേറ്റ് പാർട്ടിക്ക്. നിനക്കറിയാലോ ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ലെന്നാ. പിന്നെ ചോക്ലേറ്റ് തിന്നാ നരകത്തിൽ പോകാൻ പോവല്ലേ? എന്നാ പിടിച്ചേ. ഇനി ബെന്നിയുടെ കാര്യം പറ. അതാ ഓടിപ്പിടിച്ചിങ്ങ എത്തിയതല്ലേ? എന്റെ മേരിക്കുട്ടി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിന്നെ കാണാൻ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യം. പറ, ബെന്നി എവിടെ ഉണ്ട്? ഒന്ന് പതുക്കെ വാ. ഞാൻ എഴുതിയില്ലേ നിനക്ക്? ഗിരിനഗറിലുള്ള ഞങ്ങളുടെ കോൺവെന്റിലെ സിസ്റ്റർ ട്രീസ് എവിടെ വന്നപ്പോ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ വീണ് കിട്ടിയതാ ഈ വിവരം. സിസ്റ്റർ കുട്ടികളെ ആദ്യ കുർബാനയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോ ഒരു ബെന്നിയെ കണ്ടെന്നും വർത്തമാനം പറയുന്നതിനിടയ്ക്ക് കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ കൂട്ടുകാരിയായ എന്നെ പറ്റി തിരക്കിയെന്നും. ഇത്രേ ഉള്ളൂ. എവിടെ താമസം എന്ന് പറഞ്ഞോ? എനിക്കങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് ചോദിക്കാൻ പറ്റിയില്ല. നിനക്കറിയാലോ ഇത് കോൺവെന്റാ. ഒന്ന് ചോദിച്ചാൽ 1000 ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ ഫൈനലായിട്ട് എന്താ നിനക്കറിയാവുന്നേ? 2 മാസം മുമ്പ് ഗിരിനഗറിലെ ഒരു പള്ളിയില് ബെന്നി എന്നൊരാളെ സിസ്റ്റർ ട്രീസ കണ്ടു. അത് തന്നെ. ഗിരിനഗർ, തിരുവനന്തപുരം. അപ്പോ അവിടെ തിരക്കി ആളെ കിട്ടുമല്ലേ? ആനി, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. വൈ ബെന്നി? കൊച്ചിലെ നമ്മൾ 3 പേരുമായിരുന്നു കൂട്ട്. നീ സിംഗപ്പൂരിൽ പോയതിനു ശേഷം നമ്മൾ ബെന്നിയെ കണ്ടിട്ട് തന്നെ 15 വർഷമായി. ഇന്ന് ബെന്നി ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം നിന്നെ? ഇത് ഒബ്സഷൻ അല്ല, ഇറ്റ്സ് എ ക്രേവിംഗ്. കാണണം ഒരു തിടുക്കം. കാണാൻ കഴിയാത്തത് തന്നെയാ അതിന്റെ കാരണം. നിന്റെ ഉള്ളിൽ എന്താ ബെന്നിയോട്? ഇസ് ഇറ്റ് ലവ്? ലവ്, ഫ്രണ്ട്ഷിപ്പ്, എല്ലാം. 15 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ബെന്നിയെ മറക്കാൻ പറ്റുന്നില്ല. സിംഗപ്പൂരിൽ പോയിട്ടാ നിന്റെ തല ഇങ്ങനെ തിരിഞ്ഞു പോയത്. നിന്റെ എഴുത്ത് വന്നപ്പോ ത്രില്ലടിച്ചു ഞാൻ. ഉടനെ പപ്പിയെ ചൂട് കയറ്റി ഇങ്ങോട്ട് വന്നു. അപ്പോഴാ പുതിയ പ്രശ്നം. എന്താ? അമ്മാമ്മച്ചി എനിക്ക് കല്യാണം ആലോചിക്കാ. അടുത്ത ഞായറാഴ്ച കാണാൻ ആള് വരും. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങനൊരു പേടിത്തൊണ്ടി. വീട്ടില് ബെന്നി എന്നൊരു ഡ്രീമിനെ പറ്റി പറഞ്ഞ അമ്മാമ്മച്ചി അപ്പ ബോധം കെട്ട് വീടും. പിന്നെ പപ്പയുടെ കാര്യം പറയണ്ട. എന്തായാലും ബെന്നിയെ കണ്ടുപിടിക്കാൻ ഞാനൊരു പ്ലാൻ കരുതിയിട്ടുണ്ട്. ബെന്നി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ? ഒന്നും അടിച്ചേൽപ്പിക്കണമെന്നില്ല മനസ്സിൽ. ആശിച്ചത് കിട്ടിയ ഭാഗ്യമെന്ന് കരുതും. ഇല്ലെങ്കിൽ റോസക്കുട്ടി മരിച്ച പിന്നെ ആനിമോൾ ഇത്രയും നാളെ ഇവിടെ നിന്നു.
ഇനിയിപ്പോ അവളുടെ പഠിപ്പിനൊക്കെ സിംഗപ്പൂർ കൊണ്ടുപോകുന്നത് നല്ലതെന്ന് തോന്നി. എന്താച്ചോ? ജനിച്ച നാടും ചുറ്റുപാടുകളും ഒക്കെ മറക്കാതിരിക്കുക. കർത്താവ് തന്നെ അനുഗ്രഹിക്കൂടോ. അവള് വരികില്ല എന്നാ പറയുന്നത്. ആ ബെന്നിയെ കൂടെ കൊണ്ടുപോകണമെന്നാ കടമ്പെടുത്തു. അവരൊരു പ്രത്യേക കൂട്ടാ. ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ, പിരിയാൻ വിഷമം ഉണ്ടാവും. അവളെവിടെ? ആ പിള്ളേരോടെ കളിച്ചു കിടക്ക. അപ്പൊ ഞാൻ എന്നാ അങ്ങനെ ആവട്ടെ. മോളെ വാ, നമുക്ക് പോവാം. മോനെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പോയിട്ട് വരട്ടെ. വാ മോളെ. ഉത്തരവാദിത്വം നീയാ, ഞാനല്ല. അതെ, ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാ വന്നത്. മാർക്കറ്റിൽ പോയി? അയാൾ ആളൊരു മോഡനാ. താമസിച്ചാ പിന്നെ അത് മതി. വാ, വേഗം വിട്ടോ. അച്ഛൻ ലേറ്റാ. ഞാൻ ഇറങ്ങിയ ഇപ്പൊ ഓഫീസിലേക്ക്. അവറാച്ച ഞാനേ കൊയറ് പിള്ളേരുടെ കൂടെ നിന്ന്. ഇതാ ഞാൻ പറഞ്ഞ ബെന്നി. ജെയിംസ് സൂട്ടിയുടെ അളിയൻ അല്ലേ? അതെ. അവറാച്ച ഒരു മിനിറ്റ് കൊണ്ട് കാര്യം പറയാം. ബെന്നി ഇരിക്കെ. ജെയിംസ് ഊട്ടി എന്റെ കൂടെ നിന്ന് വളർന്ന പോലെ ഇവനും എന്റെ പെങ്ങള് റീത്തയും അനാഥരായിട്ടാണ് വളർന്നത്. എന്നാൽ റീത്താമ്മ കല്യാണം കഴിച്ചതിന് ശേഷം ഐശ്വര്യമായിരുന്നു ജെയിംസ് ഊട്ടിക്ക്. ആക്സിഡന്റിൽ അവർ മരിച്ചപ്പോ 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് എക്സാം പോലും ഉപേക്ഷിച്ച് ഓടിയെത്തിയവനാണ് ബെന്നി. അവറാച്ചന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലി കൊടുത്ത് അവനൊരു വരുമാന മാർഗമായി. 2 മാസമായിട്ട് താൻ ടൂറിലായിരുന്നുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പയ്യനോട്? ഉവ്വ്, അവറാച്ചനും പറഞ്ഞു. എങ്കി വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തന്റെ അളിയൻ ജെയിംസ് ഊട്ടി നേരത്തെ എന്നോടൊരു 3.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അവൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായി? 6 മാസം. മരിക്കുന്നതിന് 6 മാസം മുമ്പാണ് ഇത് വാങ്ങിയത്. 107 വെച്ച് ഇപ്പൊ പലിശ എത്രയായി കാണും? 107 എന്ന് പറഞ്ഞ ഒരു മാസത്തെ? അതെ. ഇത്രയും പലിശ വളരെ കൂടുതലാ. ഇത് വളരെ ചെറിയ തോതിലുള്ള പലിശയാ. ഇവിടെ 10ഉം 15ഉം റേറ്റ്. പച്ചക്കറി കയറ്റിവിട്ട ലാഭം എത്രയാ? അതിന്റെ ഒരു ചെറിയ പങ്കേ വരുള്ളത്. വീടിന്റെ ആധാരം ഇവിടെ തന്നെന്നാ. ഉണ്ടുണ്ട്. അതുകൊണ്ടല്ലേ കാശ് കൊടുത്തത്. അല്ലേ ഞാൻ കൊടുക്കുവോ? 3 മാസത്തിനകം മുതലും പലിശയും തന്നു തീർക്കണം. ഇല്ലേ ആ പറമ്പും വീടും ഞാനിങ് എടുക്കും. ഉടനെ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് സാവകാശം തരണം സാറ്.
അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. താൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. എന്റെ മകളുടെ പേരിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്, ഒരു ചെറിയ സ്ഥാപനം. അവിടെ ഞാൻ തനിക്കൊരു ജോലി തരാം. മാസം ഒരു 5000 രൂപ ശമ്പളവും. ഒരാളെ സഹായിക്കുമ്പോ അത് അറിഞ്ഞു ചെയ്യണ്ടേ അച്ഛോ? ആ, അത് വേണം. പക്ഷെ ഒരു കാര്യം, അതിൽ നിന്നൊരു 2500 രൂപ ഞാനിങ്ങ് പിടിക്കും, പലിശയുടെ വകയില്. എന്താച്ചു, അതും വേണ്ടേ? പിന്നെ അതും വേണം. ഇപ്പൊ എന്തായാലും ഒരു ജോലി വേണം, അതാ പ്രധാനം. എങ്കിൽ ഇന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. എന്താ? ശരി. ആ അച്ഛ, ഇത് എന്റെ മകൾ നാൻസി, ബാംഗ്ലൂർ പഠിക്കുന്നു. എനിക്കറിയാം. ആ, ഇത് ബെന്നി. ഹലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബെന്നി വാ. വട്ടെ.